നമസ്കാരം. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതിയ വർഷത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്കും ഭൗതിക ജീവിതം നയിക്കുന്നവർക്കും എങ്ങനെയാണ് ആത്മീയമായ കാര്യങ്ങളും സനാതനമായ കാര്യങ്ങളും കൂടുതൽ പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള വീഡിയോസിനായിരിക്കും കൂടുതലായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്നാലും ചില കാര്യങ്ങൾ കൂടി സമൂഹത്തിലെ വർത്തമാന കാര്യങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് കഴിയത്തുള്ളൂ. അത് വർത്തമാന സമൂഹത്തെക്കുറിച്ച് പറയാതെ ഭാവിയെക്കുറിച്ചും ഇന്നലകളെക്കുറിച്ചും പറയുന്നത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സാമൂഹ്യ വിഷയങ്ങളിൽ കൂടി അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ വളരെ ഗൗരവമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഡ്രസ് കോഡ്, വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച്. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഒരു നടി, ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു നടിയും ഒരു വ്യവസായിയും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ വ്യവസായി ഇന്ന് ജയിലിലാണ്. ജാമ്യം നാളെ ആയിരിക്കും അത് ഹൈക്കോടതി അനുവദിക്കണ വേണ്ട തീരുമാനിക്കുന്നത്. എന്തായാലും അദ്ദേഹം 4-5 ദിവസം ജയിലിലായി. ജയിലിന്റെ നന്മയും തിന്മയും എല്ലാം അദ്ദേഹം പഠിച്ചു 4-5 ദിവസം കൊണ്ട്. നടി മറ്റുള്ളവരിൽ നിന്നും ആക്രമണം നേരിടുകയാണ്. അത് വളരെ ഗൗരവമായി ചാനലുകളിലൊക്കെ വരുന്ന വിവിധ ശബരിമല വിഷയത്തിലൊക്കെ ചാനലിൽ വരികയും വ്യത്യസ്തമായ ചാനലുകളിൽ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുള്ള മറ്റൊരാൾ കൂടി ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കേസിൽ പ്രതിയാകാൻ നിലയിലേക്ക് നിൽക്കുകയാണ്. വളരെ അവര് കേസിൽ പ്രതിയായതോ നടന്ന കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ ചർച്ചാ വിഷയം. ഒരു ഡ്രസ് കോഡ് പോലുള്ള കാര്യങ്ങളിൽ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് വലിയ ഗൗരവമായ വിഷയം. ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോഴും ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ലോകത്തെല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലുള്ള ഡ്രസ് രീതികളാണുള്ളത്. ഭാരതത്തിലും അങ്ങനെ തന്നെ, ലോകത്തും അങ്ങനെ തന്നെ. ആദിവാസികൾ എടുത്തു കഴിഞ്ഞാൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ രീതി വേറൊന്നാണ്. അതുപോലെ തന്നെ നഗരവാസികൾ എടുത്താൽ അവർ വേറൊന്നാണ്, ഗ്രാമവാസികൾ എടുത്താൽ അവർ വേറൊന്നാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഡ്രസ്സുകൾ ഇടുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച് തന്നെ ഇഷ്ടമുള്ള വസ്ത്രവും ഒക്കെ ധരിക്കാം, വിവസ്ത്രനായും ഇരിക്കാം. പക്ഷെ നഗ്നത പ്രദർശനമാണ് പ്രശ്നം. നഗ്നത പരസ്യമായി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേസൊക്കെ എടുത്തുവന്നിരിക്കും നമ്മുടെ രാജ്യത്ത്. അങ്ങനെ പരസ്യമായി പ്രദർശിപ്പിക്കാൻ പാടില്ല നഗ്നത. അപ്പൊ നഗ്നത എന്ന് പറയുന്നത് സമ്പൂർണ്ണ നൂഡാണ് ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണമായ ന്യൂഡ്നെസ് അല്ലെ നൂഡായിക്കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. വീട്ടിലൊക്കെ ബെഡ്റൂമിലോ ബാത്റൂമിലോ ഒക്കെ നടക്കാം, പുറത്തിറങ്ങാൻ കഴിയില്ല. അത് പോലീസിൽ കേസായി വരും. ബാക്കി ഏത് തരത്തിലുള്ള എത്ര ചെറിയ വസ്ത്രം, ഇപ്പോൾ ബിക്കിനി ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ട്, ജട്ടി മാത്രം ഇട്ടുകൊണ്ട്, ജട്ടിയും ബ്രേസിയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, സ്പോർട്സ് താരങ്ങളുണ്ട്, നമ്മൾ തീരപ്രദേശത്ത് പോയി നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കാണുന്നവരുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, സ്പോർട്സിൽ കാണാൻ പറ്റും, സർക്കസിൽ പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റും. പെൺകുട്ടികളൊക്കെ കുറച്ച് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് സർക്കസിൽ. അപ്പൊ അതുകൊണ്ട് വസ്ത്രധാരണം അങ്ങനെ വന്നതുകൊണ്ട് അതിനൊരു സോഷ്യൽ കോഡ് ഉണ്ടാക്കുക എളുപ്പമല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് ഈ സോഷ്യൽ കോഡിലൊക്കെ പ്രസക്തി വന്നത്? ഒരു കാലഘട്ടത്തിൽ മാറുമറയ്ക്കില്ലായിരുന്നു സ്ത്രീകൾ. അന്ന് ഇത്രയും ബലാത്സംഗം ഇല്ലായിരുന്നു. മാറുമറയ്ക്കാത്തൊരു കാലത്ത് സ്ത്രീകൾ ഒറ്റമുണ്ടാണ് കൊടുത്തിരുന്നത്. ആറ്റിൽ പോയി കുളിച്ചിരുന്നവരാണ്, പുരുഷന്മാരെ പോലെ പൊതുസ്ഥലത്തൊക്കെ പോയി കുളിക്കുന്നവരൊക്കെ. പക്ഷെ ഇത് എപ്പോഴാണ് ഇതിനൊരു കുഴപ്പം വന്നതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം. അതാണ് കുഴപ്പം വന്നത്. ഒരു പാശ്ചാത്യരായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ്, പാശ്ചാത്യരാണ് അത് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പാശ്ചാത്യ വിരുദ്ധനല്ല, പൗരസ്ത്യനായി നിന്നുള്ള പാശ്ചാത്യ വൈരുദ്ധ്യം പറയുന്നില്ല. പാശ്ചാത്യ സമൂഹത്തിൽ നിന്ന് ഒരു കച്ചവട മനസ്ഥിതി വന്നപ്പോൾ, ഒരു മുതലാളിത്ത ഒരു കോർപ്പറേറ്റ് ലോകത്തിലേക്ക് മാറിയപ്പോൾ, സ്ത്രീയുടെ നഖം മുതൽ, കാലിലെ നഖം മുതൽ തലമുടി വരെ എന്ന് പറയുമ്പോൾ ആപാദ ചൂടം ബിസിനസ് സാധ്യത എങ്ങനെയാണ് എന്ന് മുതലാക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ഓരോ ഭാഗവും, അവരുടെ ഓരോ അവയവവും ബിസിനസിന്റെ സാധ്യതകളാണ്. ലിപ്സ്റ്റിക് പോലുള്ള ബിസിനസ്സിന് ചുണ്ടിന്റെ സാധ്യത വേണം, കണ്ണെഴുതുന്ന കൺമഷി പോലുള്ള കാര്യങ്ങൾക്ക് കണ്ണിന്റെ സാധ്യത, മൂക്കിന്റെ സാധ്യത, തലമുടിയുടെ സാധ്യത, കായിയുടെ സാധ്യത, ഷാമ്പൂവിന്റെ സാധ്യത, അങ്ങനെ സകല സാധ്യതകളും മുതലാക്കാനുള്ള സ്ത്രീയെ എങ്ങനെയാണ്. അപ്പൊ സ്ത്രീയുടെ ഓരോ അവയവവും ലൈംഗിക അവയവങ്ങളാണ് എന്നുള്ള കേവല ലൈംഗിക ചോദനയ്ക്കും മാനസികമായ ലൈംഗികതയ്ക്കും, ലൈംഗികത 2 തരത്തിലുണ്ടല്ലോ. നമ്മൾ സന്താനോൽപാദനത്തിനായിട്ടും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ചേരുന്ന ഒരു ലൈംഗികതയുമുണ്ട്, ഇണചേരുന്ന ലൈംഗികതയുമുണ്ട്, അല്ലാതെ ഓറൽ സെക്സ്, പലതരത്തിൽ സെക്സ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഒന്നാണ് ഈ കാണുന്നതും അങ്ങനെ കിട്ടുന്ന ചില ആനന്ദവും സന്തോഷവും പുരുഷന്മാർക്ക് തിരിച്ചുകൊണ്ട് 2 കൂട്ടർക്കും ഉണ്ട്. അപ്പൊ അതിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ അങ്ങനെ കാണാനും അങ്ങനെ കാണുന്ന ഒരു സാധ്യത, ആ ഒരു സാധ്യതയെ ലോകം മുതലാക്കി.
അങ്ങനെ സ്വാധീനത മുതലാക്കിയപ്പോൾ ടയറിന്റെ പരസ്യത്തിൽ പുരുഷൻ നല്ല കോട്ടും സൂട്ടും എല്ലാം ധരിച്ച് നിൽക്കുന്നു, സ്ത്രീ പകുതി വസ്ത്രം അല്ലെങ്കിൽ പിന്നെ ഷോർട്സ് ഒക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന, എന്നിട്ട് അവർ കാലെല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന, കാലിന്റെ തുടഭാഗം എല്ലാം കാണിച്ചു നിൽക്കുന്ന വലിയ പരസ്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീയുടെ ശരീരത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്താവുന്ന രീതി എങ്ങനെയാണ് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ വസ്ത്രധാരണത്തിന് വസ്ത്രം പൂർണ്ണമായി ധരിച്ചിരിക്കണം, പിന്നെ ആ ശരീരം മൊത്തം പൊതിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ ഡ്രസ് കോഡ് ശരീരം മൊത്തം സ്ത്രീ പൊതിഞ്ഞ് നടക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പിന്നെ എന്താണ് പർദ്ദയെ അംഗീകരിക്കേണ്ടി വരും. കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന പർദ്ദയെ അംഗീകരിക്കേണ്ടി വരും. പലരും പർദ്ദയെ അംഗീകരിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, പർദ്ദയെ പലരും അംഗീകരിക്കുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് വേറെ ഒരുപാട് ആളുകൾ പറയുന്നത് സമൂഹത്തിൽ. പർദ്ദയിൽ നിന്ന് സ്ത്രീ പുറത്തു വരണമെന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് അതിന്റെ മര്യാദ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ നമുക്ക് ലൈംഗികത കാണുന്നവരും കാണും, കാണാത്തവരും കാണും. പിന്നെ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഉള്ളിൽ ലൈംഗികത കാണുന്നവരും കാണും. അല്ലാതെ സർക്കസ് അതൊരു കായിക വിനോദമാണ്, അതൊരു വിനോദമാണ്, ഒരു കായികാഭ്യാസമാണെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന ആസ്വദിച്ച് കൈയടിക്കുന്നവരും കാണും. അതിലെ സ്ത്രീകളെ കാണുമ്പോൾ അവർ ചെറിയ പെൺകുട്ടികളൊക്കെ വരുന്നത്, അവരെ കാണുമ്പോൾ ലൈംഗികമായി അവരെ മനസ്സിൽ സങ്കല്പിക്കുന്നവരും കാണും. ഇതൊക്കെ ഒരു മാനസിക ചിന്ത മാത്രമാണ്. പിന്നെ ഡ്രസ് കോഡ് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഡ്രസ് കോഡ് പറഞ്ഞാലും ഡ്രസ് കോഡ് ഉണ്ടെന്ന് വെക്കുക, നമ്മുടെ ഈ ചാനലുകളിൽ ബഹളം ഉണ്ടാക്കുന്ന വ്യക്തി പറയുന്ന, ഞാൻ പേരെനിക്ക് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് പേര് പറയേണ്ട ആരുടെ, ചാനലുകളിൽ ഇപ്പോൾ സമ്പൂർണ്ണമായി ബഹളം ഉണ്ടാക്കി നിൽക്കുന്ന ഒന്നാമൻ നമ്മുടെ വ്യവസായി, രണ്ടാമനായിട്ടുള്ള ഈ ചാനലിലെ ഈ ന്യായങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, പുരുഷ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ സിനിമാ നടി, ഞാൻ പേര് പറയുന്നില്ല, സിനിമാ നടി കറക്റ്റ് ഡ്രസ് കോഡാണ് ഉപയോഗിച്ചത്. അവരുടെ ഡ്രസ് കോഡ്, അവർ പോയത് എവിടെയാണ്? ഫാഷൻ പരേഡിന് പോകുമ്പോൾ അങ്ങനത്തെ ഫാഷൻ പരേഡിന് ഡ്രസ്സല്ലേ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ആ ഫാഷൻ പരേഡിന്റെ കോഡ്. നൈറ്റ് ക്ലബിന്റെ കോഡുണ്ട്. അതുപോലെ ഒരു ഉദ്ഘാടന സ്ഥലം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളെ വിളിച്ച്, വേറെ ആരെയും അവർ വിളിച്ചിട്ടില്ല, നോട്ടീസ് അടിച്ച് താല്പര്യമുള്ള ആളുകൾ മാത്രം, താല്പര്യമുള്ളവരെ മാത്രം ചെന്നാൽ മതി. അല്ലാതെ ഒരാളെ പിടിച്ചിരുത്തി ഒരു സ്കൂളിലും പോയി കുട്ടികളെ ആരെയും പിടിച്ചുകൊണ്ട് ഇരുത്തിയില്ല. അവിടെ താല്പര്യമുള്ളവർ, പിന്നെ ഞാൻ വീണ്ടും പേര് തന്നെ വരുന്നു കേട്ടോ. അപ്പൊ ഈ സിനിമാ നടിയെ കാണണമെന്നും അവരുടെ വേഷവിധാനങ്ങൾ കാണണമെന്നും അവരുടെ ആകാര സൗന്ദര്യവും, അത് നല്ല അർത്ഥത്തിൽ പറയുക, അതിനെ സെക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കണ്ട, ആകാര സൗന്ദര്യവും ശരീര സൗന്ദര്യവും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അത് കൂടുതലും ചെറുപ്പക്കാരും ഒരു സമൂഹമാണ് അവിടെ വരുന്നത്. അപ്പൊ ഇനി അവിടെ വരുന്ന ക്യാമറാമാൻമാരും മാർക്കറ്റിംഗുകാരും എന്താ ചെയ്യുന്നതാണ്, അവരെ ആ വരുന്ന നടിയെ ആരായാലും, ഇപ്പൊ അത് ഒരുപാട് നടിമാർ വരുന്നുണ്ട്, നടിമാരെ എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യിച്ച് മാർക്കറ്റിംഗ് ചെയ്യാം. ഇതൊരു മാർക്കറ്റിംഗും കൂടെയാണ്. അത് ബിസിനസിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. ഇനി അങ്ങനത്തെ ബിസിനസ് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് സമൂഹം ചർച്ച ചെയ്യാം. അത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനത്തെ ബിസിനസ്സുകൾ വേണോ? അപ്പൊ ഫാഷൻ ഷോകൾക്ക് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ, അതൊക്കെ എല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. അല്ലാതെ ആ പോകുന്ന തെറ്റാണ്, ഞങ്ങൾ പുരുഷന്മാർ പറയുകയാണ് ഇത് തെറ്റാണ്, ശരിയല്ല എന്ന് പുരുഷന്മാർക്ക് പറയാൻ ഒരു അവകാശമില്ല. പുരുഷൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളുക, ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. പിന്നെ മാന്യമായ വസ്ത്രം, അങ്ങനെ മാന്യമായ വസ്ത്രം എന്നൊരു വസ്ത്രം ഇല്ലല്ലോ. അങ്ങനെ മാന്യത എന്ന് പറഞ്ഞൊരു വസ്ത്രം ഇല്ല. ഇപ്പൊ ഒരു മഹർഷിമാർ, രമണ മഹർഷിയെ പോലുള്ള മഹർഷിമാർ വളരെ കുറച്ച് വസ്ത്രമേ ശരീരത്തിൽ ധരിച്ചിട്ടുള്ളൂ. അവര് മോശക്കാരാണോ? പിന്നെ അഹോരികൾ, ആത്മീയ ആചാര്യന്മാർ, ഒരുപാട് പേര് വസ്ത്രം, കാരണം എല്ലാം ഉപേക്ഷിച്ച് ഭൗതിക മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും വസ്ത്രങ്ങളും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മൾ മോശമാണ്, അല്ലെങ്കിൽ അവരെല്ലാം പിതൃശൂന്യന്മാരാണ്, കുഴപ്പക്കാരാണ്, കള്ളന്മാരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതാണ്. ഇവിടെ സിനിമാ നടി ചെയ്തത് രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒന്ന്, അവർക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. രണ്ട്, അവർ ആരെയും കയറി ക്ഷണിച്ചില്ല. ക്ഷണിക്കുന്നവരവിടെ ചെന്നാൽ മതി, സംഘാടകർ ക്ഷണിച്ചവരവിടെ പോയാൽ മതി. ഇങ്ങനെയൊക്കെ കാണണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം അവിടെ പോയാൽ മതി. അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദേവിയെ തൊഴുന്നത് പോലെ ദേവിയെ തൊഴാൻ വേണ്ടി അല്ല ആളുകൾ പോകുന്നത്, അവരെ കണ്ട് തൊഴാൻ പോകുന്നതല്ല. അവരുടെ പിന്നെ അഭിനയം, പിന്നെ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് കാണാൻ പോകുന്നവരുണ്ട്. അവർ സിനിമയിൽ അഭിനയിച്ചിരുമ്പോൾ അതിന് ആരാധന തോന്നിയുള്ള അവരുടെ ഒരു ഭൗതികമായ ആരാധന തോന്നുന്നവർ മാത്രമാണ് പോകുന്നത്. അല്ല, ആത്മീയ ആരാധന തോന്നുന്നവരല്ല അവിടെ പോകുന്നത്. അപ്പൊ അവർ പോകുന്നു, അവർ കാണുന്നു. അത് തികച്ചും സ്വകാര്യമായൊരു വിഷയമായി മാറ്റിവെക്കണം. പിന്നെ അങ്ങനെ വരുന്ന വേദികളിൽ നമ്മൾ അവരുടെ പിന്നെ ആരായാലും വരുന്നവരുടെ വസ്ത്രധാരണമോ മറ്റെന്തെങ്കിലുമോ ശരീരഭാഗമോ ശരീരത്തിലെ തടിയോ പൊക്കമോ വണ്ണമോ സ്ലിം ആയിരിക്കുന്ന എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ കമന്റ് പറയുമ്പോൾ, പുരുഷന്മാർ കമന്റ് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ വ്യവസായിക്ക് പറ്റിയ അബദ്ധം. അപ്പൊ ആ കമന്റ് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. സ്ത്രീയെക്കുറിച്ചാണ് കമന്റ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, നമ്മൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ചാരിത്രം, ഇപ്പൊ ചാരിത്രം പുരുഷനും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ സ്ത്രീക്ക് മാത്രമല്ലല്ലോ. പവിത്രത, ചാരിത്രം, ഇതെല്ലാം പുരുഷനും ഉണ്ട്. പക്ഷെ സ്ത്രീക്ക് കുറച്ചുകൂടി നമ്മളൊരു കാഴ്ചപ്പാട് വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇങ്ങനെ ട്രാപ്പിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ
അവർ പിന്നെ ബലാത്സംഗം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാപ്പിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ അവരുടെ ആഗ്രഹമില്ലാതെ, അവരുടെ അനുവാദവും ആഗ്രഹമില്ലാതെ അവർ ഗർഭിണികളാകേണ്ടി വരും. അവരെ ശരീരത്തിൽ പീഡനം ഏൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആഗ്രഹവും സമ്മതമില്ലാതെ ശരീരത്തിൽ പീഡനം ഏൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ആ ഒരു പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടി ഒരു സാധ്യത, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എഡ്ജ് സമൂഹത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അവരുടെ ശരീരഘടനയും അതുപോലെ തന്നെ അവർ ഈ സമൂഹത്തിൽ ഒരുപാട് ഇറങ്ങി നടന്ന്, വ്യാപകമായി ഇറങ്ങി നടന്ന് പുരുഷന്മാരെ പോലെ ധൈര്യവും സ്ഥൈര്യവും ഒന്നും കിട്ടിയവരല്ല സ്ത്രീകൾ. അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സമൂഹം അവർക്ക് ഭരണഘടന ആയാലും എല്ലാവരും ഒരു എഡ്ജ് കൊടുത്തിരിക്കുന്നത്. ആ എഡ്ജ് കൊടുത്തത് കൊണ്ട് അവർക്ക് പിന്നെ അത് പുരുഷന് കിട്ടുന്നില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. അത് മറ്റൊരു സബ്ജക്റ്റായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു തുല്യത ഇല്ലല്ലോ. അപ്പൊ പൊക്കം കുറഞ്ഞവർക്ക് അങ്ങനെ ഓരോ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ എഡ്ജ് കിട്ടുന്നുണ്ട്. ഇപ്പം പല രൂപത്തിലുള്ള എഡ്ജുകൾ പലർക്കും കിട്ടുന്നുണ്ട്. സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പലർക്കും പല എഡ്ജ്, അതൊരു ബാലൻസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സമൂഹത്തെ. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത്, നമ്മുടെ വ്യവസായി ഒരു കമന്റ് പറഞ്ഞു പോട്ടെ, തുടർച്ചയായി അദ്ദേഹത്തിനെ മറ്റ് വീഡിയോകളിൽ, യൂട്യൂബ് വീഡിയോകളിൽ വന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ പുള്ളി പറഞ്ഞു. പിന്നെ പുള്ളി ഏത് കാര്യം കേൾക്കുമ്പോഴും അതിലൊരു ലൈംഗിക ചുവയുള്ള, ആളുകൾക്ക് കേട്ടാൽ ഒരു ലൈംഗിക ചുവയുള്ള സംഭാഷണം വരുന്നതായി തോന്നും. ഇനി അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചുകൂടി പറയാം, അതും പറയേണ്ടതുണ്ട്. ഒരു വ്യവസായി അങ്ങനെ ഈ പറയുന്ന സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഡ്രസ് കോഡിൽ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. കാരണം സാധാരണ ഒരു വ്യവസായി, ഇന്ത്യയിൽ ലോകത്തിലും കോടാനുകോടി വ്യവസായികളുണ്ട്. ഒരു വ്യവസായിയും ധരിക്കുന്ന ഡ്രസ്സല്ല അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡ്രസ്സല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പിന്നെ ക്രിസ്മസ് അല്ലാത്ത സമയത്തും ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ വരും, പിന്നെ തൊപ്പി വയ്ക്കും. ഒരുപാട് ഒരു വ്യവസായി എങ്ങനെയാണോ, ഇപ്പൊ കോമാളി എന്ന് പറഞ്ഞാൽ മോശമല്ല കേട്ടോ, സർക്കസിലെ കോമാളി എന്ന് പറഞ്ഞാൽ മോശമല്ല, കോമാളികളുടെ വേഷത്തിൽ വരും, ഇഷ്ടമുള്ള ബനിയനിടും, ഇഷ്ടമുള്ള ബനിയനല്ല, ഇഷ്ടമുള്ള രീതിയിൽ അദ്ദേഹത്തെ മുഖവും കണ്ണാടിയൊക്കെ വെച്ച് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും വ്യവസായി വന്നിട്ടുണ്ടോ? അപ്പൊ വ്യവസായികൾക്ക് അങ്ങനെയാണോ വ്യവസായികൾ വരുന്നത്? അപ്പൊ നമ്മൾ സോക്കാൾഡ് ആയിട്ട് കണ്ട് പരിചയമുള്ള വ്യവസായികളൊന്നും അങ്ങനെയല്ല വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ വ്യവസായിക്ക് അങ്ങനെ വരാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ അത് സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം? വേണ്ട. സ്ത്രീകൾക്ക് ഇങ്ങനെ വരാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. സിനിമാ നടികൾക്ക് അങ്ങനെ വരാൻ സ്വാതന്ത്ര്യമില്ല? ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്, സമൂഹം അനുവദിച്ചിട്ടുണ്ട്. ആരാ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ? നമ്മൾ ആരാ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ? സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഓഡിറ്റ് ചെയ്താൽ എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാ പറ്റുന്നത്? ഇന്നതാണ് ഡ്രസ് കോഡ്, ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ഡ്രസ്സ് ഇട്ടോണം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശരീരത്തിന് ഇറങ്ങി കിടക്കുന്ന വസ്ത്രം ഇടാൻ പാടില്ല, പിന്നെ ലൂസായി കിടക്കുന്ന വസ്ത്രം ഇടാൻ പാടില്ല, ഇതെങ്ങനെ പറയാൻ പറ്റും? അത് ഓരോരുത്തരുടെ കംഫർട്ടാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വസ്ത്രം എടുക്കുന്നത്, ഞാൻ ഇപ്പൊ കറുപ്പിട്ടിരിക്കുന്നു, എൻ്റെ ഒരു ഇഷ്ടം, ഒരു കംഫർട്ടാണ്. ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കറുപ്പിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ വേറെ ഡ്രസ്സായിരിക്കും, പിന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു ഡ്രസ്സായിരിക്കും. അപ്പോൾ ആ ഡ്രസ്സിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ തർക്കിച്ച് ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമില്ല. ഡ്രസ് കോഡിനെ കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിന്റെ കാര്യവുമില്ല. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, അത് സിനിമാ നടികളായാലും ഞാനായാലും പിന്നെ എല്ലാവരും, എല്ലാ സമസ്ത ജനവിഭാഗങ്ങളും ആലോചിക്കേണ്ടത്, നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന രാജ്യം, നമ്മൾ വസിക്കുന്ന സ്ഥലം, നമ്മൾ വസിക്കുന്ന സമൂഹം, അതിൻ്റെ ഒരു താളം, അതിനനുസരിച്ചുള്ള ഒരു രീതികൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സ്വയം ഒരു രീതി, ഒരു പാറ്റേൺ തിരഞ്ഞെടുത്താൽ, ഒരു സെലക്ഷൻ, അച്ചടക്കമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു തിരഞ്ഞെടുപ്പ് സ്വയം നടത്തിയാൽ നന്നായിരിക്കും. കേരളം പോലുള്ള സമൂഹത്തിലാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭാരതത്തിലാണ് ഞാൻ പോകുന്നത്. കുറച്ചുകൂടി ഫ്രീ വേൾഡ് ആയ ഒരു വിദേശ രാജ്യത്തല്ല ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രീ വേൾഡ് അല്ല, ഫ്രീ വേൾഡ് അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അവിടെയാണ് പരിപാടികൾക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കാം. അതാണ് എൻ്റെ ചിന്ത. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ അത് പേര് പറയാം, പ്രമുഖ സിനിമാ നടിയായിട്ടുള്ള, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന അടൂർ ഫാസിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഹാസ്യ നടിയായിരുന്ന ശ്രീലത നമ്പൂതിരി മാഡം ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് വന്നിരുന്നു. ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് മാഡം ഇങ്ങനെ പറയുകയായിരുന്നു, ഞാനിപ്പോൾ മാഡം നല്ല സാരിയൊക്കെ കൊടുത്താണ് വന്നത്. അപ്പം മാഡം പറയുകയായിരുന്നു, ഉദ്ഘാടനത്തിന് വന്നതാണ്, അപ്പോൾ മുഖ്യാതിഥിയായിട്ട് വന്നതാണ്, ഉദ്ഘാടനം അപ്പം മാഡം പറയുകയാണ്, ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഇപ്പം നല്ല ഇത്രയും വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് എൻ്റെ ശരീരഭാഗം ഒന്ന് പുറത്ത് കാണാതെ ഞാൻ വേറെ വസ്ത്രം ഈ സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങളിൽ കുറച്ച് ചെറുപ്പക്കാർക്കെങ്കിലും തോന്നാം, ഇത് ശ്രീലത പഴയ കാലത്ത് അടൂർ ഫാസിയോടൊപ്പം ഹാഫ് ഷർട്ടും അല്ലെങ്കിൽ ഹാഫ് സ്കർട്ടും ഒക്കെ ഇട്ട് ശരീരഭാഗത്തിൻ്റെ കാലും ഒക്കെ കാണിച്ചുകൊണ്ട് ഡാൻസ് ചെയ്ത് അവരല്ലേ, കുറച്ച് സെക്സി ആയിട്ടൊക്കെ അഭിനയിച്ചവരല്ലേ എന്ന് നിങ്ങൾ തോന്നും. അത് പക്ഷേ എൻ്റെ ജീവിതമാണ്, എൻ്റെ യഥാർത്ഥ ജീവിതമല്ല, എൻ്റെ അഭിനയ ജീവിതമാണ്. അവിടെ എനിക്ക് കാശ് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, മറ്റ് നടന്മാരുണ്ട്. ക്യാമറയുടെ മുമ്പിലാണ് ചെയ്യുന്നത്, രഹസ്യമായിട്ടല്ല. അപ്പോൾ അത് ഞാനൊരു പിന്നെ വേഷത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതല്ല യഥാർത്ഥ ശ്രീലത നമ്പൂതിരി, ഞാനാണ് യഥാർത്ഥ ശ്രീലത നമ്പൂതിരി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബാലങ്കൻ നായരും അതുപോലെ തന്നെ നമ്മുടെ
ടി.ജി. രവിയും പിന്നെ ഇതുണ്ടല്ലോ KP ഉമ്മറും ഒക്കെ എന്തുമാത്രം ബലാത്സംഗം ചെയ്തിരിക്കുന്നു സിനിമയിൽ. അവരേതാർത്ഥത്തിൽ ബലാത്സംഗക്കാരാണോ? അല്ലല്ലോ. അവർ നല്ല അച്ഛനും നല്ല കുടുംബക്കാരും ഒക്കെയാണ്. നല്ല ഭാര്യയും നല്ല മക്കളും ഒക്കെ ഉള്ള വളരെ വലിയ കുടുംബക്കാരല്ല. KP ഉമ്മറക്കാരാ. KP ഉമ്മറിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ശാരദേ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ കേട്ടാ അതാണോ? അല്ല. അപ്പോൾ അത് അവരുടെ പ്രൊഫഷനാണ്. അതുപോലെ തന്നെ സിനിമാ നടികൾക്ക് വേറെ പ്രൊഫഷൻ കൂടെ ഉണ്ട്. എന്താണ് അവരുടെ പ്രൊഫഷൻ? മാർക്കറ്റിംഗ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവരുടെ ഒരു പ്രൊഫഷനാണ്. മാർക്കറ്റിംഗ് സ്ഥലങ്ങൾ പോകുമ്പോൾ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളുമായിട്ട് കൂടി സംസാരിക്കും. ഏത് ടൈപ്പ് ഡ്രസ്സ് വേണം, സാരി വേണോ, ചുരിദാർ വേണോ, ഏത് ടൈപ്പ് ഡ്രസ്സ് വേണം. അപ്പോൾ അതൊരു രീതിയാണ്. അത് വേറൊരു വേൾഡാണ്. ആ വേൾഡിലേക്ക് താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് പോകാതിരിക്കുക, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുക, അത് ചെയ്യുക. സമൂഹത്തിൽ എല്ലാം കൂടി ചേരുന്നതാണ് ഈ സമൂഹം. അതിനെ ആരും സോഷ്യൽ ഓഡിറ്റ് ചെയ്തും ബഹളം ഉണ്ടാക്കിയും ഒന്നും കറക്റ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അത് സ്വയം കറക്റ്റായി വന്നോളും. പിന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള അവകാശം ഓരോരുത്തർക്കുണ്ട്. ശരി പറയാം, തെറ്റ് പറയാം. പക്ഷെ അതിന് സോഷ്യൽ ഓഡിറ്റ് എന്ന വാക്കിടുവാനോ അത് ശരിയല്ല, ഇന്ന ആൾ ചെയ്ത് ശരി, ഓക്കെ പറഞ്ഞോളൂ, പക്ഷെ ഹർട്ട് ചെയ്യരുത്. ഇവിടെ പ്രശ്നം ഹർട്ട് ചെയ്തു, അതാണ് പ്രശ്നം. മറ്റൊരാളിനെ ഹർട്ട് ചെയ്തു. പുരുഷൻ വനിതയെ സംസാരം കൊണ്ട് ഹർട്ട് ചെയ്തു. അത് ലൈംഗിക ചുമയുള്ള സംസാരങ്ങളോട് അത് നിരന്തരം ചെയ്തു. ഇതാണ് ഇവിടെ പ്രശ്നം. അങ്ങനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ആരെയും വിമർശിക്കാം. ആരും വിമർശനത്തിന് അതീതല്ല. എല്ലാ വിമർശനങ്ങൾക്കും നമുക്ക് ആരെയും വിമർശിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വിമർശനങ്ങൾ സ്വയം നിയന്ത്രിതമായ ഭാഷ, അത് ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം ചേർത്തുകൊണ്ട് ആരെയും വിമർശിക്കാം. അതുകൊണ്ട് വിമർശനമൊന്നും ഇതിന് അതീതരൊന്നുമല്ല. ദൈവത്തിനെ പോലും ചാർവാഹകന്മാരുണ്ടായിരുന്ന നാടാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതാണ് ഇപ്പോഴും. യുക്തിവാദികൾ രാവിലെ എണീറ്റെന്ന് ചോദിക്കുന്നതാണ് ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ചെയ്യാം. ആ സ്വാതന്ത്ര്യമൊക്കെ രാജ്യത്ത് അനുവദിച്ചിട്ടുണ്ട്, ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ പ്രൊഫഷനിൽ പോകുമ്പോൾ ഓരോ വസ്ത്രമായിരിക്കും തരും. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, സ്പോർട്സ് സൂട്ട്. ഇപ്പോൾ PT ഉഷയൊക്കെ സ്പോർട്സ് സൂട്ട് ഇട്ടുകൊണ്ടല്ലേ ഓടുന്നത്. അപ്പോൾ അവർ അതിൽ ഒരാൾ കുറേ ചെറുപ്പക്കാർ ചെന്ന് നിന്ന് അതിനകത്ത് അവരുടെ ശരീരം നോക്കിയിട്ട് ലൈംഗികത ആസ്വദിക്കാൻ നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ മനോവ്യാപാരമാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമാ നടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളിൽ നടിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോട്ടെ. അവരെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ സംഘാടകരെ കയറ്റിയില്ലെങ്കിൽ കയറണ്ട. അവർ പോയി വേറെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോട്ടെ. അത് അവരുടെ സ്വകാര്യ പരിപാടിയാണ്. അത് മാർക്കറ്റിംഗ് പരിപാടിയാണ്. അത് ഫാഷൻ ഷോ ആണ്. അവിടെ അതനുസരിച്ച് പോകും. കോളേജിൽ പോയപ്പോൾ അമല പോൾ എന്ന് പറഞ്ഞ മറ്റൊരു നടി, ഞാൻ പേര് പറയുന്നത്, മറ്റൊരു നടി ഏതൊരു കോളേജിൽ ചെന്നപ്പോൾ അവർ കുറച്ച് വസ്ത്രം എന്താണ് ധാരണ രീതി ശരിയല്ല എന്നും നമ്മുടെ ഈ ചേട്ടൻ പറയുന്ന കേട്ടോ TV-യിൽ. അത് പറയാനും നമുക്കൊരു അവകാശമില്ല. പോയവർ പറയട്ടെ, കണ്ടവർ പറയട്ടെ, നമുക്കത് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വേണമെങ്കിൽ മിനിമം ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടിട്ട് അലക്കാതിരിക്കാം. സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അത് പറയാനും പറ്റത്തില്ല. കാരണം ഞാനീ പറഞ്ഞ ഒരുപാട് സന്യാസിമാരും സ്വാമിമാരും ഒക്കെ, എത്ര സന്യാസിമാരാ ഷർട്ട് ധരിക്കുന്നത്? വളരെ അപൂർവം പേരല്ലേ ഷർട്ട് ധരിക്കാറുള്ളൂ. അപ്പോൾ അവരൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ സമൂഹത്തിൽ ജീവിച്ചോട്ടെ, സമസ്ത ജനവിഭാഗങ്ങളും ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. പക്ഷേ അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു നല്ല മെസ്സേജുകൾ പോകണമെന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ആ നല്ല മെസ്സേജുകൾ പോകണമെന്ന് പറയുമ്പോൾ ഇന്ന കാർക്കശ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സ്വയം അച്ചടക്കം എന്ന വാക്കാണ് ഉപയോഗിക്കാൻ നമുക്ക്. ഒരു സ്വയം അച്ചടക്കം, ഒരു സ്വയം തിരുത്തൽ എല്ലാവരും ആലോചിക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിൽ നിന്ന് മക്കൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കും ഇത് വേണോടെ, അത് നല്ല ബോറായിരിക്കും. വേണ്ട, അവർ മാറ്റും. നിന്നാലും ഞങ്ങൾക്ക് ഇത് തന്നെ വേണം, ഓക്കെ. അങ്ങനെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഡ്രസ് കോഡ് വിഭാഗത്തിൽ ഞാനീ പറഞ്ഞ പോലെ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്തി ആളെ കൂട്ടാൻ, ചെറുപ്പക്കാരെയും ആളുകളെ കൂട്ടാൻ തന്നെയാണ് അവിടെ പോയത്. അതിനാണ് ക്യാമറമാൻമാർ വന്നത്. അങ്ങനെയുള്ളിടത്താണ് ആൾ കൂടുന്നത്. അപ്പോൾ അങ്ങനെ ആൾ കൂടുന്നിടത്ത് ആളെ കൂട്ടാൻ തന്നെയാണ് അവർ പോയത്. ആ പോകുന്ന ഡ്രസ് കോഡ് ഏത് വേണമെന്ന് അവർ തീരുമാനിച്ചോട്ടെ, എൻ്റെ സംഘാടകർ തീരുമാനിച്ചോട്ടെ. നമ്മളതിനകത്ത് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡ്രസ് കോഡ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പ്രൊവോക്കേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂള്, സർക്കസ്, ഡാൻസ്, പിന്നെ ബാറ് തുടങ്ങിയ 100,000 സ്ഥലങ്ങളുണ്ട്. ഉത്സവ സ്ഥലങ്ങൾ ഒരുപാട് 1000 സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രമല്ല ഫാഷൻ ഷോകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ എല്ലാം നിരോധിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു സമീപനം നമ്മൾ വസ്ത്രത്തിൽ കാണേണ്ട കാര്യമില്ല. ആളുകൾ ഇഷ്ടമുള്ളത് ധരിക്കട്ടെ, അവർക്ക് ചോയ്സ് കൊടുക്കുക. പക്ഷെ ധരിക്കുന്നവർ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ എവിടെയാണ് പോകുന്നത്, എൻ്റെ ശരീരം ഭാഗം ഒരുപാട് എക്സ്പോസ് ചെയ്യണോ, എൻ്റെ ശരീരഭാഗം കുറച്ച് എക്സ്പോസ് ചെയ്യണോ, അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അവരവർ തന്നെ തീരുമാനിച്ച ഒരു അച്ചടക്കത്തിൽ എത്തട്ടെ. ആ സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാം. പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ അവരെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ എക്സ്പോസ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്ത്രീയുടെ ഓരോ ഭാഗവും എക്സ്പോസ് ചെയ്യേണ്ട ഭാഗവും എക്സ്പോസ് ചെയ്തുകൂടാത്ത ഭാഗവും കൊണ്ടെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം അത് ഒരു ലൈംഗികമായ ഒരു കാഴ്ചപ്പാടിൽ സമൂഹം സ്ത്രീയെ കാണാൻ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കൊണ്ടാണ്. കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സമൂഹത്തെ പഠിപ്പിക്കുകയാണ്, അനൗപചാരികമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ലൈംഗിക വസ്തു കൂടിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില കുഴപ്പങ്ങളുണ്ട്, അതും കൂടി മാറ്റുക, അത് മാറ്റുക. അത്തരത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്.